ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതൊരു 5:30 നിസ്കാരം കഴിഞ്ഞ് ഇന്നിപ്പോൾ കിടക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും നിന്നിട്ടില്ല കേട്ടോ. നേരെ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു. തലേ ദിവസം തന്നെ പ്ലാനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കിച്ചണിൽ നേരത്തെ കയറണം, പണികളൊക്കെ ഒരുക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഇന്ന് കൂട്ടിനാരാ കൂടെ ഉള്ളതെന്ന് നോക്കിയേക്കാണ്. അയാനക്കുട്ടി ഉണ്ട് കേട്ടോ. പാവം, ആൾക്ക് പനിയാണ് കേട്ടോ. ഇന്നലെ രാത്രി കിടക്കോളം ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒന്നുറങ്ങി ഒരു 4 മണിയാവാൻ നേരത്ത് ആൾക്ക് നല്ല പനിയായിട്ട് കൂടെ എണീച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കൗണ്ടർ ടോപ്പിൽ ഇരുത്തി കൊടുത്തിട്ടുണ്ട്. അതിനിടയിൽ കൂടെ ഇങ്ങനെ എടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് എടുക്കും, എന്നിട്ട് വീണ്ടും കൗണ്ടർ ടോപ്പിൽ ഇരുത്തും. അങ്ങനെയാണ് കേട്ടോ പണികൾ എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചോറിനുള്ള അരി വേഗം വേവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് DC കുക്കിൽ. ഇനിയിപ്പോൾ സാമ്പാറാണ് കേട്ടോ കറിയായിട്ട് വെക്കുന്നത്. അപ്പോൾ അതിനുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കുകയാണ്. പപ്പായയും അതുപോലെ തന്നെ ചിരങ്ങ, മത്തന്, അങ്ങനെ അതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു വാഴക്കൂമ്പുണ്ട്, അത് വെച്ചിട്ട് ഉപ്പേരി ആക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതുവരെ വാഴക്കൂമ്പ് ഉപ്പേരി വെച്ചിട്ടില്ല. അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഞാൻ കഴിച്ചിട്ടുമില്ല കേട്ടോ. എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തുമില്ല. അത് കഴിക്കുമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താണേലും വെച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടൊന്ന് വെച്ച് നോക്കിയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു അടിപൊളി സാമ്പാറും അതുപോലെ തന്നെ കലത്തപ്പം ഉണ്ടാക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ആക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അതാ പച്ചക്കറിയൊക്കെ ഞാൻ കഴുകി അതിലേക്ക് കുറച്ച് പരിപ്പ് കൂടെ ഇട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് 2-3 തവണ കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുക്കറിലാണ് കേട്ടോ സാമ്പാർ റെഡിയാക്കാൻ പോകുന്നത്. എല്ലാം കൂടെ ഒന്നിച്ചാണ് കേട്ടോ ഞാൻ റെഡിയാക്കുന്നത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നല്ല ചിലർക്ക് അധികം കുറുക്കൊന്നും ഇല്ലാത്ത കറിയായിരിക്കും ഇഷ്ടം. പക്ഷേ ഇത് നല്ല തിക്കായിട്ടുള്ളതാണ്. പച്ചക്കറിയൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ട് നല്ല തിക്കായിട്ടുള്ള കറിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ സാമ്പാർ കുറച്ച് തിക്കാവണമൊക്കെ ഇഷ്ടമാണ്. വേറെയുള്ള കറികളും തേങ്ങ അരച്ച കറികളൊന്നും അധികം തിക്കാവുന്നൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ അതിലേക്കുള്ള പൊടികളും കാര്യങ്ങളും ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി, കായപ്പൊടി, ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ സാമ്പാർ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇനി അതിലേക്ക് ഒരു നുള്ള് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഉണ്ടാവും. അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി കിട്ടുമ്പോൾ വേറൊരു വൈബാണെന്ന് പറയില്ലേ, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഒരു തവി വെച്ചിങ്ങാണ്ട് നല്ലപോലെ പൊടികളൊക്കെ എല്ലായിടത്തും ആവുന്ന വിധത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തെങ്ങാണ്ടാണ് കേട്ടോ വേവിക്കാൻ വേണ്ടി വെക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ തുറക്കുമ്പോഴും ആ പൊടികൾ അതേപോലെ കിടക്കുന്നുണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ അതവിടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വാഴക്കൂമ്പ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു വോയിസ് ഉണ്ടാവും കേട്ടോ. അപ്പുറത്ത് എന്തോ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയാണ്. അപ്പോൾ വാഴക്കൂമ്പ് എങ്ങനെ എന്താണെന്നൊന്നും അറിയാത്തത് കാരണമാണ് ഞാൻ അതിൻ്റെ റെസിപ്പി വീഡിയോ ഒന്നും ഷെയർ ആക്കാത്തത്. വെച്ച് നോക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. ഇനി അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ തന്നെയാണോ ഏതാ ഒന്നും എനിക്കറിയില്ല. കഴിച്ചിട്ടുള്ളവരും വെച്ചിട്ടുള്ളവരും ഇതെങ്ങനെയാണ് വെക്കുക എന്നുള്ളതും എങ്ങനെയൊക്കെ വെക്കാം എന്നുള്ളതും അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നുള്ളതൊന്ന് താഴെ നിന്ന് കമൻ്റ് ആക്കണേ. അപ്പോൾ അതിന് കറ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോട്ടെ വിചാരിച്ചിട്ട് ഞാൻ ചോറ് ഏകദേശമൊക്കെ റെഡിയായി വന്നപ്പോൾ അതിൽ നിന്ന് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചെങ്ങാണ്ട് കുറച്ച് നേരം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ അതിൻ്റെ ആ ഒരു വാഴക്കൻ്റെ കറ വാഴക്കൂമ്പിനും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു ടിപ്പാണ് കേട്ടോ. കഞ്ഞിവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കറ പോയി കിട്ടും കേട്ടോ. അപ്പോൾ അത് ഒഴിച്ച് വെക്കുകയാണ്. അപ്പോൾ അരി ചാടുന്നതിന്, ചോറ് ചാടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അതവിടെ കുറച്ച് നേരം വെച്ചിട്ട് പിന്നെ ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഉപ്പേരി പോലെ റെഡിയാക്കുക ചെയ്യുന്നത്. മൺചട്ടി വെച്ച് കൊടുത്തിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറിയുള്ളി കട്ടാക്കിയത് ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് പച്ചമുളകും ഈ ഒരു കഴുകി കൊണ്ടുവന്ന വാഴക്കൂമ്പും കൂടെ ഒന്നിച്ച് ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അത്യാവശ്യം വെള്ളം അതിൽ തന്നെ കുറച്ചൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് തോരൻ വെക്കുമെന്നും പറയുന്ന കേൾക്കാം. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ ഒരു ഇച്ചിരി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ തേങ്ങ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് തട്ടിപ്പൊത്തി അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പുളി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചത് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുരുവില്ലാത്ത പുളിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. നല്ല
ടേസ്റ്റുള്ള സാമ്പാറാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ സാമ്പാർ ഇനി ഒന്ന് വറവിട്ടെടുക്കണം. ഉപ്പേരി അവിടെ ലോ ഫ്ലെയിമിൽ കിടന്നങ്ങാണ്ട് കുക്കായിട്ട് വരട്ടെ. നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ആ സാമ്പാർ വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് കടുകും കറിവേപ്പിലയും ഒക്കെ ഇട്ടുങ്ങാണ്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് നമ്മുടെ എന്താ പറയുക സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇത് ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്നെടുത്ത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വേറെ വീഡിയോസൊന്നും കയ്യിലില്ല. അപ്പോൾ എനിക്ക് ഇന്ന് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഒക്കെ ചെയ്തിട്ട് വേണം അയനക്കുട്ടീനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാൻ. ഇനി അങ്ങനെ മാറുമെന്ന് വിചാരിച്ച് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അധികമാവേ ചെയ്യുള്ളൂ. അപ്പോൾ എനിക്കൊന്നാണെങ്കിൽ ഓർഡറും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ വേഗം പണികളൊക്കെ തീർക്കുകയാണ്. അപ്പോൾ ഓർഡറിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ രാവിലത്തെ വിശേഷങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു മോർണിംഗ് റൊട്ടീനാണ്. ഒരു ബിസി ഡേ ആയിരുന്നു കേട്ടോ ഇന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉപ്പേരി ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പച്ചരി തലേ ദിവസം കേട്ടോ, കലത്തപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഉമ്മാനോട് ചോദിച്ചിട്ട് ഉമ്മ പറഞ്ഞ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കുകയാണ്. നല്ല ടേസ്റ്റുമാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ. അത്രയ്ക്ക് പെർഫെക്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി വീഡിയോ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു പാത്രത്തിൽ നമ്മൾ അതിലേക്ക് വേണ്ട ശർക്കര വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് അപ്പോഴേക്കും നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ടായിരുന്നു. അതും കൂടെ ആ ചൂടോട് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അത് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇവാൾക്ക് സ്നാക്സ് ഇപ്പോൾ ഫ്രൂട്ട്സൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ അത് കാരണം കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് 2 ദിവസമായിട്ട് ബിസ്ക്കറ്റ് തന്നെയാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ അങ്ങനെ ബിസ്ക്കറ്റ് പിന്നെ ഇന്നും ബിസ്ക്കറ്റ് കൊടുത്തു വിടാൻ എനിക്കെന്തോ ഒരു താല്പര്യം തോന്നിയില്ല. അപ്പോൾ വിചാരിച്ചു കലത്തപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്നുള്ളത്. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ, നല്ല സോഫ്റ്റും ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അതൊക്കെ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് മിക്സാക്കി അതൊക്കെ സെറ്റാക്കി. പണ്ടൊക്കെ നോമ്പിൻ്റെ 27 രാവിനൊക്കെയാണ് ഇങ്ങനെ കലത്തപ്പൊക്കെ ഉണ്ടാക്കി അതൊക്കെ ഇങ്ങനെ കേക്ക് പോലെയൊക്കെ കട്ട് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കലത്തപ്പം നെയ്യപ്പം അതൊക്കെ നമ്മൾ ഇപ്പോഴത്തെ പെരുന്നാളിൻ്റെ കൂട്ടം പറഞ്ഞ പോലെ തന്നെ അന്നൊക്കെ ഒരു ഡ്രസ്സ് ഇട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൊലിവായിരിക്കും. കാരണം ഏതെങ്കിലും ഒരു പെരുന്നാൾക്ക് 2 പെരുന്നാളിൽ ഏതെങ്കിലും ഒരു പെരുന്നാൾക്ക് അങ്ങനെയൊക്കെ ഡ്രസ്സ് എടുക്കുക. അന്നത് ഭയങ്കര സന്തോഷമാണ്. കാരണം പിന്നെ അടുത്ത പെരുന്നാൾ വരെ എന്തൊക്കെ ഫങ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും അതിനൊക്കെ ഈ ഒരു ഡ്രസ്സായിരിക്കും ഇടുക. അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കടം വാങ്ങിയിട്ടൊക്കെ ആയിരിക്കും ഇടുക അല്ലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈ ഒരു കലത്തപ്പം എന്ന് പറയുന്നതും. കലത്തപ്പം നെയ്യപ്പം ഇതൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നോമ്പിനായിരിക്കും, 27 രാവിലെ ആ ഒരു ടൈമിലായിരിക്കും. ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നുമില്ലല്ലോ, എപ്പോൾ വേണമെങ്കിലും ഡ്രസ്സ്, എപ്പോൾ വേണമെങ്കിലും ഫുഡ്. അതുകൊണ്ട് തന്നെ ആർക്കും ഒരു ത്രില്ലും ഇല്ല. ഒരു പെരുന്നാളായിക്കോട്ടെ എന്തായിക്കോട്ടെ ഒരു ത്രില്ല് നമുക്ക് അത്ര പഴയ നൊസ്റ്റാൾജി ഫീൽ ചെയ്യില്ലല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും ഇന്ന് കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നെയ്യ് കുപ്പിയിൽ ഫൈനലായിട്ടുണ്ടായിരുന്നത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് ചെറിയുള്ളി ഇട്ടിങ്ങാണ്ട് തൂമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിൽ തന്നെ തേങ്ങാക്കൊത്തും കൂടെ തൂമിച്ചെടുക്കുകയാണെങ്കിൽ കടിക്കാനും ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ തേങ്ങ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വാങ്ങിച്ചിട്ട് വേണം കേട്ടോ. അങ്ങനെ വാങ്ങിക്കാറുണ്ടായിരുന്നില്ല, ഉമ്മയാണ് കേട്ടോ സാധാരണ തേങ്ങ കൊണ്ടുവന്ന് തരാറ്. ഇപ്പോൾ 2 ദിവസം മുമ്പ് 2 എണ്ണം കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഉമ്മാൻ്റെ മുറ്റത്തുള്ള തെങ്ങുമെന്ന് കിട്ടണീന്ന് 2 എണ്ണം കൊണ്ടുവന്ന് തരും കേട്ടോ. അങ്ങനെയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും തേങ്ങ മേടിക്കണം. ഇനിയിപ്പോൾ അത് അടച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വന്ന് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു പപ്പട കമ്പി വെച്ചിങ്ങാണ്ടൊന്ന് കുത്തി നോക്കി. അപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല. ഇനി അതിന് മുകളിൽ കുറച്ച് നെയ്യും കൂടെ അതിലൊന്ന് സെറ്റാവാനുണ്ട്. അപ്പോൾ ഞാനൊരു 10 മിനിറ്റും കൂടെ അടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അങ്ങനെ അത് ടൈമായപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ അതിൻ്റെ സൈഡൊക്കെ വിട്ട് വന്നിക്കണോ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ചൂടോട് കൂടി തന്നെ ഞാൻ തണിഞ്ഞിട്ട് മാറ്റിയാൽ മതി കേട്ടോ. പക്ഷേ എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ ചൂടോട് കൂടി തന്നെ അതിന്ന് പ്ലേറ്റിലോട്ട് ഇതാ കമഴ്ത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല സോഫ്റ്റും ഉണ്ട് കേട്ടോ. നല്ല ആരെടുത്ത കലത്തപ്പം എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിലാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഞാനത് കത്തി വെച്ചിങ്ങാണ്ട് എല്ലായിടും ഒന്ന് കീറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ നല്ല ചൂടുണ്ട് കേട്ടോ. അത് കാരണം എടുക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ച് എന്താ ആത്മാർത്ഥത കൂടുതലാണെന്ന് അറിയില്ലേ. കണ്ടില്ലേ നല്ല സോഫ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും. അതേപോലെ തന്നെയാണ് കഴിക്കാനും. അപ്പോൾ ഇവാൾക്ക് ഞാൻ ചെറിയ ഒരു 2-3 പീസോളം കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അവർ ഫ്രണ്ട്സ് ഷെയർ ആക്കിയിട്ടാണ് കേട്ടോ കഴിക്കുക. അപ്പോൾ ഫ്രണ്ട്സിനും കൊടുത്തോട്ടെ വിചാരിച്ചിട്ടാണ് 3 പീസൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ സ്നാക്സ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അങ്ങനെയൊക്കെ കൊടുത്തു വിടുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. ആൾ എണീച്ച് വന്നാൽ തന്നെ ആദ്യം ചോദിക്കുന്നത് ഇന്നെന്താ സ്നാക്സ് എന്നാണ്. അപ്പോൾ അത് ഇതുപോലെ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമാവും. പിന്നെ അതാ ലഞ്ചായിട്ട് വിട്ടിട്ടുള്ളത് സാമ്പാറും മുട്ട പൊരിച്ചതുമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവാൻ്റെ ലഞ്ച് ബോക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ വേഗം കിച്ചണിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി കൗണ്ടർ ടോപ്പ് തുടച്ചിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ ഇവ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീനിൻ്റെ ഐസ് വിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഐസ് വിട്ടതിന് ശേഷം പിന്നെ ഇവ പോയിട്ട് ആണ് ഞാൻ മീനൊക്കെ വരഞ്ഞ് മസാല തേക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ 2 ഐറ്റം മീനുണ്ട്. ഒന്നിൻ്റെ പേര് എനിക്കറിയില്ല. പിന്നെ ഒന്നിൻ്റെ പേരെന്തോ അയിലച്ചെമ്പാനോ അതിൻ്റെ കുട്ടിയോ അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നണോ എനിക്കറിയില്ല. എന്താണെങ്കിലും മീനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ അതിന് പൊടികളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് മസാല തേച്ചിട്ട് അവിടെ കുറച്ച് നേരം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ ഒരു ടൈമിൽ അയനക്കൂട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വീണ്ടും ആൾക്ക് തീരെ വയ്യാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒന്നും ഉറങ്ങൂല കേട്ടോ ഈ ഒരു ടൈമിൽ. അപ്പോൾ അങ്ങനെ അതാ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വേറെ വിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഒന്ന് തട്ടിക്കൊട്ടി എന്താ പറയുക മാറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഓർഡറിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ ഓർഡറുള്ള ദിവസങ്ങളിലൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതൊരു മോട്ടിവേഷൻ ആവുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഞാൻ മുഖേന നിങ്ങൾക്കൊരു വരുമാനം ആവുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു സന്തോഷം തന്നെയല്ലേ അല്ലേ. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഒരാൾ മാത്രം നന്നായാൽ മതി എന്ന് വിചാരിക്കുന്നത് തെറ്റല്ലല്ലോ എന്ന് പറയുന്നത് തെറ്റല്ലേ. എല്ലാവരും നന്നാവട്ടെ. എല്ലാവരും സ്വന്തമായിട്ട് വരുമാനവും കാര്യങ്ങളൊക്കെ ഉള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളെയും കൊണ്ടൊന്നും പറ്റൂല എന്നൊന്നും വിചാരിച്ചിട്ടൊന്നും ഒരിക്കലും ഇരിക്കരുത്. ഇപ്പോൾ കമൻറ്റിൽ കൂടെ ഇങ്ങനെ പറയുന്നത് കാണാം, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹമുണ്ട്, നിങ്ങളെങ്ങനെ ഈ ഫീൽഡിലെത്തി എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനൊരു വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ, ഞാൻ എങ്ങനെയാണ് ഇത് തുടങ്ങിയത്, എനിക്ക് എങ്ങനെയാണ് ഓർഡർ കിട്ടാൻ തുടങ്ങിയത് എന്നൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇതിനെപ്പറ്റി അറിയേണ്ടത് എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ആക്കിയിട്ട് അറിയിക്കുക. പിന്നെ ഇപ്പം എന്തായിരുന്നു, വീഡിയോ ഒരുപാട് പേർക്ക് ഇഷ്ടമായി. ഓർഡറിൻ്റെയും കാര്യങ്ങളുടെ ആണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ഡെയിലി ഇടുന്ന വീഡിയോസിന് കണ്ട് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ഞാനിതാ വേഗം അടിച്ചു വാരി എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇന്നലെ തുടച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഹോളും കിച്ചണും മാത്രമേ ഒന്ന് തുടച്ചെടുക്കുന്നുള്ളൂ. ബെഡ്റൂമുകളും കാര്യങ്ങളൊന്നും ഇന്ന് തുടക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഞാൻ ഷൂട്ടാക്കിയിട്ടുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതുപോലെ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എല്ലാം നിങ്ങൾ താഴെ കമൻറ്റിലൂടെ അറിയിക്കുക, ചോദിക്കുക, പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.